ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നീ ആദ്യം ഈ ടാബ്ലറ്റ് കഴിക്കേ. കുറച്ചു നേരം കഴിയുമ്പോൾ ഫുഡ് എത്തും. ഓ, ഭാര്യയെ ടൈം ടേബിൾ വെച്ച് പരിചരിക്കുകയാണല്ലോ. അല്ല, ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അത് നല്ലൊരു തങ്കക്കുടത്തിനെ തന്നുകൊണ്ട് വീട്ടിയാ മതി. ടാബ്ലറ്റ് കഴിക്കേ. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് സുധം പറഞ്ഞില്ലേ, ആ ലേഡി ഓക്കെ ആണെങ്കിൽ അവരോട് നാളെ തന്നെ അങ്ങ് വരാൻ പറഞ്ഞാലോ, അല്ലേ? അതൊക്കെ വേണോ രവിയേട്ടാ? അതൊക്കെ വലിയ പണച്ചിലുള്ള കാര്യമല്ലേ? പക്ഷേ പണമൊക്കെ ആവശ്യത്തിന് ചെലവാക്കാനുള്ളതല്ലേ. തന്നെയല്ല, ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി എൻ്റെ മുഴുവൻ സമ്പാദ്യം ചെലവാക്കാൻ ഞാൻ തയ്യാറാ. മതി. മുഴുവൻ സമ്പാദ്യവും കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ തീർത്താലേ അതിനെ വളർത്തുന്നത് എങ്ങനെയാ? കൂലിപ്പണി എടുത്തും ഞാൻ നിന്നെയും കുഞ്ഞിനെയും ഒരു കുറവില്ലാതെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. സോറി രവിയേട്ട. രവിയേട്ടൻ്റെ ഈ നല്ല മനസ്സിനെ ഞാൻ പലപ്പോഴും തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഒക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. എന്നോട് ക്ഷമിക്കണം. ഞാനും നിന്നെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരസ്പരം ക്ഷമിച്ചും മനസ്സിലാക്കിയും ഒന്നായില്ലേ? ദേ, ഇനി നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതോടെ നമ്മൾ സെറ്റാവും. ഒരു പ്രശ്നവും ഇനി അങ്ങോട്ടുണ്ടാവില്ല. ആരെ വന്നെന്ന് തോന്നുന്നു. നീ ആ ജ്യൂസ് എടുത്ത് കുടിക്കാം. ഞാൻ പോയി നോക്കിയിട്ട് വരാം. രവിയേട്ടാ, ചിലപ്പോഴേ സുശീല ആന്റി എന്നെ കാണാൻ വന്നതായിരിക്കും. വഴക്കൊന്നും പറയില്ലേ പ്ലീസ്? ഇല്ല ഹർഷേ, എനിക്കിപ്പോ ആരുമായിട്ട് ഒരു വഴക്കുമില്ല. നമുക്കെല്ലാവരോടും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോവാം. പക്ഷേ എന്തിനും ഒരു അകലം സൂക്ഷിക്കണമെന്ന് മാത്രം.